ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രന് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ സ്വീകരണം നൽകി. സുരേന്ദ്രന്റെ പള്ളി സന്ദർശനം ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്നതാണെന്നും ഇപ്പോഴത്തെ സന്ദർശനത്തിൽ നന്ദിയുണ്ടെന്നും വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ പറഞ്ഞു. ചെറിയ പള്ളി പിടിച്ചെടുക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. തന്റെ പ്രസംഗത്തിൽ ക്രൈസ്തവരെ പുകഴ്ത്തിയ കെ. സുരേന്ദ്രൻ സഭാതർക്കം പരാമർശിക്കാതിരുന്നതും ശ്രദ്ധേയമായി. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെത്തിയ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രന് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. വികാരി ഫാദർ ജോസ് പരുത്തുവയലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ക്രൈസ്തവരെ പുകഴ്ത്തുന്നതായിരുന്നു കെ. സുരേന്ദ്രന്റെ പ്രസംഗം. രാജ്യത്തിന് വലിയ സംഭാവനകൾ നൽകാൻ ക്രൈസ്തവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കാർഷിക രംഗത്തുമെല്ലാം നമ്മുടെ നാട് ഇന്ന് ഈ രീതിയിൽ വളരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു ചാലക ശക്തിയാണ്. സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ എല്ലാം തന്നെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. ലോകത്തിലെ ഏതെങ്കിലും ഒരു സമൂഹം അവരുടെ നിത്യപ്രാർത്ഥനയിൽ ആ നാട്ടിലെ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് ക്രൈസ്തവ സമൂഹം മാത്രമാണ്. ഇവിടെ പിതാവ് പറഞ്ഞത്, അച്ഛൻ പറഞ്ഞതുപോലെ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുന്നതിൽ സാധാരണഗതിയിൽ വളരെ ശക്തമായിട്ടുള്ള കഴിവുള്ള ഒരു സമുദായമാണ് ക്രൈസ്തവ സമൂഹം. കെ. സുരേന്ദ്രൻ ചെറിയ പള്ളി സന്ദർശിക്കണമെന്ന ആഗ്രഹം ഏറെക്കാലമായി ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴത്തെ സന്ദർശനത്തിൽ നന്ദിയുണ്ടെന്നും ഫാദർ ജോസ് പരുത്തുവയലിൽ പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അദ്ദേഹം കോതമംഗലത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പള്ളിയിൽ വരാൻ സാധിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. നമുക്കറിയാം, ദീർഘകാലമായി ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ നല്ല രീതിയിൽ നേതൃത്വം നൽകുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പ്രതിനിധിയായിട്ടാണ് കോതമംഗലം ചെറിയ പള്ളി അങ്ങയെ കാണുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ദിവസത്തിൽ ഇവിടെ കടന്നു വരുവാനും ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനൊക്കെ സാധിക്കും. പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോതമംഗലം ചെറിയ പള്ളിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അങ്ങേക്ക് അറിയാമല്ലോ. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ചെറിയ പള്ളിക്ക് അനുകൂലമായി ഇടപെട്ടതിലുള്ള നന്ദിയും വികാരി കെ. സുരേന്ദ്രനെ അറിയിച്ചു. പള്ളി CRPF-നെ കൊണ്ട് പിടിച്ചെടുക്കുന്നതിനുള്ള ഹൈക്കോടതി വിധിയുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ ചെറിയ പള്ളിക്ക് അനുകൂലമായി നിലകൊള്ളുകയായിരുന്നു. സഭാതർക്കം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ശ്രമത്തെ പ്രത്യാശയോടെയാണ് കാണുന്നത്. സഭാതർക്കം വളരെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കോതമംഗലം ചെറിയ പള്ളി. അത് ഇതിൻ്റെ നമുക്കറിയാം, ഭൂരിപക്ഷം ആളുകൾ ഉണ്ടെങ്കിലും ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒത്തിരി തർക്കങ്ങളുണ്ടായി. കേരള ഗവൺമെൻറ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വിധി ഉണ്ടായത് CRPF-നെ വെച്ച് പിടിച്ചെടുക്കണമെന്നുള്ളൊരു വിധി കേരള ഹൈക്കോടതിയിൽ വന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിധിയാണ്. എങ്കിലും ഞങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഇരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് സോളിസിറ്റർ ജനറൽ ഞങ്ങൾക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി അപ്പീലിൽ പോയത് വളരെ നന്ദിയോടെ ഓർക്കുകയും ആ പ്രതിസന്ധിയിൽ നിന്ന് പള്ളിയെ, ആ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടിടപെട്ട് കേരളത്തിൻ്റെ സോളിസിറ്റർ ജനറൽ അതിനുവേണ്ടി ഇടപെടുകയും ആ പ്രശ്നത്തിന് ഒരു വലിയ ഒരു നീക്കം നടത്തിയതിന് ചെറിയ പള്ളിക്ക് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി മോദിജി സഭയുടെ നേതാക്കന്മാരുമായി വിളിച്ച് ചർച്ച ചെയ്ത പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നതിൽ ഞങ്ങൾ വളരെ പ്രത്യാശ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. KCV ന്യൂസ്, കോതമംഗലം.